കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി CPM ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കേന്ദ്ര ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിർദ്ദിഷ്ട UGC ചട്ടഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ പോലും കേന്ദ്രം തികഞ്ഞ വഞ്ചനയാണ് കേരളത്തോട് കാണിച്ചത് എന്ന് EP ജയരാജൻ പറഞ്ഞു. അവരുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വികസനത്തോടൊപ്പം സഞ്ചരിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. കേരളത്തിലെ ഗവൺമെന്റിന്റെ ലക്ഷ്യം ലോകാനുഭവങ്ങൾ പഠിക്കുന്നു. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായി കേരളത്തെ രൂപപ്പെടുത്തുന്നു. ഇന്ന് ലോക സ്ഥിതിഗതികളിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് നിർവഹിക്കണം? ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഭരണ നിർവഹണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൊഴിൽ രഹിതരില്ലാത്ത കേരളം. നമ്മൾ കണ്ണൂർ ജില്ലക്കാരാണ്. കണ്ണൂരിലാണ് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട്. അതിന് ചുറ്റുമായിട്ട് 5000 ഏക്കർ ഭൂമി പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി, IT മേഖലയുടെ വികസനത്തിന് വേണ്ടി. IT മേഖല വരണമെങ്കിൽ ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിൽ എയർപോർട്ട്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെ തുറമുഖങ്ങൾ, തിരുവനന്തപുരം സീപോർട്ട് ഇപ്പോൾ ഇതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഒരു വർഷം കൂടി കഴിയുന്നതോടുകൂടി തിരുവനന്തപുരം എയർപോർട്ട് രാജ്യത്തിന് സമർപ്പിക്കും. ഇതെല്ലാം ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടല്ല, കടം വാങ്ങി ജനസേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. നാട് വളരണമെങ്കിൽ ഇത്തരം നിലപാട് സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിഴിഞ്ഞം സീപോർട്ട് ഉൾപ്പെടെ ഒട്ടനവധി ആധുനിക കാലഘട്ടത്തിന്റെ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് കേരളത്തെ വളർത്തുന്നത്. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P ജയരാജൻ, KP സഹദേവൻ, TV രാജേഷ്, ഡോക്ടർ V ശിവദാസൻ MP, N ചന്ദ്രൻ, അഡ്വക്കേറ്റ് KK രത്നകുമാരി, M സുരേന്ദ്രൻ, P പുരുഷോത്തമൻ, വത്സൻ പനോളി തുടങ്ങിയവർ സംബന്ധിച്ചു.